Vechita, you are a celebrated actor and a star not just in Malayalam, not just in Kerala, but across the globe. The best of technicians, the best of directors, എല്ലാവരും കൂടെ പെർഫോം ചെയ്തിട്ട് പോലും you say this movie has something that the world has not seen. What about this movie makes you say this statement? Good evening. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം തരുന്നു. ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ചില സിനിമകൾ സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമയും. ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ സിനിമ. ബിജോയെ എനിക്ക് വളരെ നാളായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്. എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു. ബിജോ സിനിമയിൽ വന്ന കാലം നല്ലറിയാം. ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നടന്നില്ല. ആ നടക്കാത്തത് ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നു എന്നത് കൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കും. സത്യസന്ധമായി താങ്ക് യു ഷിബു, കൊച്ചുമോൻ, അനുമോൻ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയ ഒരു വർഷമായ ദിവസമാണ്. ഒരു വർഷമായി ഞങ്ങൾ ഈ സിനിമയാണ് തുടങ്ങിയത്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, ഇതെന്തായിരിക്കും ഈ സിനിമ. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ കൊണ്ടുപോയി. പിന്നെ ആ കഥ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇരിക്കുന്ന കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മയും അമ്മച്ചിയും അമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറങ്ങി കേൾക്കുന്ന കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ്. ഒരു ഫെയറി ടൈപ്പ്, ഒരു ഫോക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഫേബിൾ പോലെയൊക്കെ ഒരു സിനിമ, ഒരു നാടോടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ്. ഈ സിനിമയിൽ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, സൂര്യമുണ്ട്, റിവഞ്ചുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, പരിഹാസം എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി. ഈ കണ്ടത് നിജം, കാണാത്തത് പോയി, ഈ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്താണെന്ന് ഈ സിനിമ കാണുമ്പോഴേ അറിയാം. പിന്നെ ഈ സിനിമ വളരെ വലുതായപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയല്ല, ഒരു മലയാള സിനിമയല്ല. നിങ്ങൾ തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ, കന്നഡയിൽ കണ്ടാൽ, ഹിന്ദിയിൽ കണ്ടാലൊക്കെ ആ സിനിമയായിട്ട് തോന്നണം. അതിന് കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു സ്പെക്ട്രത്തിലേക്ക് പോയി. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ്, മെയിൻലി. പിന്നെ മദ്രാസിലും ചിറ്റി ഫോർട്ട്. അതിൻ്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊരു കഥയാണ്. അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. ഇതൊരു എന്താ പറയേണ്ടത്, എനിക്ക് പറച്ചിലല്ല, ഒരു കഷ്ടപ്പാടിൽ സഹിച്ചാണ് ഈ സിനിമ. കാര്യം ക്ലൈമറ്റ് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളുടെ പൊടിക്കാറ്റുകൾ, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊക്കെ ഒരു കംപ്ലൈൻ്റ് അല്ല. അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും, ആ സിനിമയുടെ ഭാഗമായ അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇവിടെ നൃത്തം ചെയ്ത സുനാലി ഒരു മലയാളിയിലുള്ള ഒരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് വിജയുടെ കഴിവ്. ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ്, ഹരീഷ് സാർ, അത് എല്ലാവരും, സുചിത്ര, ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചക്കോളായി പോലും രാജീവ് എൻ്റെ ഓരോരുത്തരായിട്ട് പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക്
തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നത് തരത്തിൽ വി ഹാവ് ലോട്ട് ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ്. അപ്പോൾ അതൊരു 12,000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. മിനിമം 500 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സെറ്റിലും ഉണ്ട്. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. ജോൺ, താങ്ക് യു. ജോൺ, സിനിമയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇതിൽ എന്താ പറയേണ്ടത്, പിന്നെ ഇതിലെ ഗാനങ്ങൾ റഫീഖാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിൽ ഏറ്റവും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി, റാപ്പ് എന്നുള്ള പാട്ട്. വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇതിൽ പ്രവർത്തിച്ച് എല്ലാവരും ഇന്ന് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറക്കാരാണ്. ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഷോട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ ഒരു കളർ പാറ്റേൺ, അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു വാം ടോണുകൾ, അതിലെ കോസ്റ്റ്യൂം, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതിൻ്റെ സെറ്റായ ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിന് അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതൊരു നല്ല സംവിധായകൻ്റെ കൂടെ നല്ലൊരു പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്നുള്ളത് അതിൻ്റെ ഭാഗ്യം. ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്, ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാപാത്രം, അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി. അപ്പോൾ ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ, വലിയൊരു ആയിട്ടുള്ള ആൾക്ക് വളരെയധികം ഇമോഷണലായിട്ടുള്ള ആളാണ്. അയാൾ നേരിടാവുന്ന പ്രശ്നം വളരെയധികം പറയട്ടെ രഹസ്യങ്ങളുള്ള ഒരു സിനിമ. ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിനെ തിയേറ്ററിലേക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നല്ല സിനിമയെ കൈകെട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിലെ. ഈ സിനിമയ്ക്ക് തന്നെ ഒരു ഹൈപ്പുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം നിൽക്കേണ്ട, മലയാളക്കരയിൽ മാത്രം നിൽക്കേണ്ട സിനിമയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും, ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ്ടൈറ്റിൽ ചെയ്തിറക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരു മീഡിയയൊക്കെ കഴിഞ്ഞു, ഇവിടെയും ആൾക്കാരുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എൻ്റെ കൊളീഗ്സിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു.